പ്രീതാലയങ്ങൾ തുറക്കപ്പെട്ടതിൻ്റെയും ഭൂമി ഇളകിയതിൻ്റെയും ഓർമ്മയിലാണ് ഈ ദിവസം. കാര്യം, രക്ഷകനെ ഈ ഭൂമി കൊന്ന ദിവസമാണ്. ക്രൂശിലേറ്റപ്പെട്ട് അവസാനത്തുള്ള രക്തവും ചിന്തി ക്രിസ്തു ഈ ഭൂമിയോട് ശാന്തതയോട് മെഴിപൂട്ടിയ ഏറ്റവും വേദന നിറഞ്ഞൊരു ദിവസം. ആ ദിവസത്തിലാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിലെ ചില ചിന്തകൾ ദുഃഖ വെള്ളിയാഴ്ച 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു കടന്നുപോയ മാനസിക വേദനയുടെയും നടന്ന സാഹചര്യങ്ങളുടെയും ഒരു വിചിന്തനമായിരിക്കണം. നീസാൻ മാസം പൗർണമിയിലാണ് ക്രിസ്തുവിനെ ശത്രുക്കൾ പിടികൂടാനായിട്ട് നിൽക്കുന്നത്. എല്ലാവർക്കും പരസ്പരം മുഖം കാണാൻ കഴിയുന്ന വിധത്തിൽ വെളിച്ചമുള്ളൊരു രാത്രിയാണെന്ന്. എന്നിട്ടും ശത്രുക്കൾ ക്രിസ്തുവിനെ പിടികൂടാൻ പന്തവും വിളക്കുമായി വന്നു. എന്നുവെച്ചാൽ പ്രകാശമുള്ള ക്രിസ്തുവിനെ കാണാൻ കഴിയാത്ത വിധം അവരൊക്കെ ഇരുട്ടിലായിരുന്നു. അത്ര ഇരുട്ടുള്ള മനുഷ്യർക്ക് എന്തിൻ്റെയൊക്കെ സഹായമില്ലാതെ അവർ ക്രിസ്തുവിലേക്ക് എത്താൻ പറ്റില്ല. ഒരു പ്രകാശമുള്ള രാത്രിയിൽ പോലും ചില മനുഷ്യരൊക്കെ ക്രിസ്തുവിനെതിരായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ ഇരുട്ടിലായി പോകുന്നൊരു ഓർമ്മപ്പെടുത്തൽ ക്രിസ്തുവിനെ പിടികൂടാൻ വരുന്ന അവസരം തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്തുവിൻ്റെ പിന്നാലെ ചുറ്റി നിൽക്കുന്ന ജനക്കൂട്ടത്തിനിടയിലാണ് പത്രോസ് ഉടനെ വാളൊരു പ്രധാന സേവകൻ്റെ ചെവി ഛേദിച്ച് കളയുന്നത്. ക്രിസ്തുവിൻ്റെ ഹൃദയം തകർന്നു പോകുന്ന നിമിഷം ഇത് തന്നെയാണ്. കാര്യം, 3 വർഷം സ്നേഹത്തിൻ്റെയും കരുണയുടെയും വാത്സല്യത്തിൻ്റെയും കഥ പഠിപ്പിച്ചെടുത്ത ക്രിസ്തുവാണ്. എല്ലാ സമയവും പത്രോസ് കൂടെ ഉണ്ടായിരുന്നു താനും. എന്നിട്ടും ക്രിസ്തു പറയാത്തൊരു വാള് അയാളുടെ ഉറയിലുണ്ടായിരുന്നു. അത് ക്രിസ്തുവിന് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അങ്ങനെ പത്രോസിൻ്റെ ഉറയിലൊരു വാൾ കണ്ട ക്രിസ്തുവിന് ഇത് ഏറ്റവും വേദന നിറഞ്ഞ ഒരു രാത്രിക്ക് ആഘാതം കൂട്ടുന്നുണ്ട്. ക്രിസ്തു പറഞ്ഞു, വാൾ ഉറയിലിടുക. എന്ന് വെച്ചാൽ ഈ വാൾ നിനക്ക് ചേർന്നതൊന്നുമല്ല. കാര്യം, ആരും ചെവി വെട്ടാൻ വാൾ ഉപയോഗിക്കാറില്ലല്ലോ. ആരെങ്കിലുമൊക്കെ വാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കഴുത്ത് വെട്ടാൻ തന്നെയാണ്. എന്നിട്ടും ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ചെവിയാണ് ഛേദിച്ചു പോയെങ്കിൽ അയാൾ ഉന്നം വെച്ചത് ചെവിയല്ല. ചെവി ആരും ഉന്നം വെച്ച് വെട്ടാറുമില്ല. അങ്ങനെയാണെങ്കിൽ കയ്യിലുള്ള ആയുധം എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും അയാൾക്കറിയില്ല. അയാൾക്ക് ചേർന്നല്ല. അയാൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്. ക്രിസ്തുവിന് നിരക്കാത്തതൊന്നും അയാളുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. ഓരോ ക്രിസ്തുവിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തൽ പത്രോസിന് ജീവൻ നൽകുന്നുണ്ട്. ക്രിസ്തുവിന് നിരക്കാത്തത്, അവൻ്റെ ശിഷ്യത്വത്തിന് നിരക്കാത്തത് അവനവൻ്റെ ഉറയിൽ ക്രിസ്തു ഉറയാൽ സൂക്ഷിച്ചിരുന്നുള്ളത് എത്ര വേദന നിറഞ്ഞതാണ്. അങ്ങനെ ക്രിസ്തു നിൽക്കുന്ന അവസരത്തിലാണ് ശിഷ്യന്മാർ പേടിച്ച് നിൽക്കുന്നത്. യേശു ഉടനെ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവരെ പോകാൻ അനുവദിക്കുക. ഒരുപക്ഷെ സഹനത്തിലേക്കുള്ള പാതയിലൊക്കെ ഒറ്റയ്ക്ക് നടന്നു നീങ്ങാൻ ക്രിസ്തു തീരുമാനിക്കുമ്പോൾ ഈ കൂടെയുള്ളവരെയൊക്കെ തലകുനിക്കാതെ പോകാൻ അനുവദിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ കൂടെ ആരുമില്ല എന്ന് പറയാതെ പറയുന്നിടത്ത് ഒറ്റയ്ക്ക് നടന്നു പോകാൻ കാണിച്ച ക്രിസ്തുവാണ് നമ്മുടെയൊക്കെ ഒരു മാതൃക. അങ്ങനെ ക്രിസ്തു 4 കോടതി മുറികളിലായി മാറി മാറി ചോദ്യം ചെയ്യപ്പെട്ടു. വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിലാത്തോസിൻ്റെ ഭാര്യ ക്ലോഡിയ ആളയച്ചൊരു കാര്യം പറയുന്നുണ്ട്. ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, കാരണം അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ വല്ലാണ്ട് ക്ലേശിച്ചു. ചോദ്യം ചെയ്യുന്നത് പിലാത്തോസാണ്, വിചാരണ ചെയ്യപ്പെടുന്നത് യേശുവാണ്. എന്നാൽ ഉറക്കം നഷ്ടപ്പെട്ടത് പിലാത്തോസിൻ്റെ അരമനയ്ക്കുള്ളിൽ കിടന്നുറങ്ങിയ അവൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ആരൊക്കെയാണോ നീതിക്കെതിരായി പെരുമാറുന്നത്, നീതിമാനെതിരായി പെരുമാറുന്നത്, അവനെയല്ല അവൻ്റെ പ്രിയപ്പെട്ടവർക്ക് പോലും ഉറക്കം നഷ്ടപ്പെടുമെന്നുള്ള ഓർമ്മ ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചില രാത്രികളിലെ ഉറക്കമില്ലായ്മ കാരണം നമ്മളുടെ മാത്രം കുറവുകളുണ്ടായിരിക്കില്ലല്ലോ. നമ്മളുടെയൊക്കെ കുറവുകൾ ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും കൂടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ആ പ്രത്തോറിയത്തിൻ്റെ ഇടം നൽകുമ്പോൾ ക്രിസ്തുവിൻ്റെ സഹനങ്ങളൊക്കെ നമ്മുടെ സഹനങ്ങളോട് ചേർത്ത് വായിക്കുമ്പോൾ എല്ലാ സഹനങ്ങൾക്കും ഒരു ഉത്തരമുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാൻ കഴിയണം. അങ്ങനെ എല്ലാ സഹനങ്ങൾക്കും മറുപടി പറഞ്ഞും പറയാതെയുമാണ് ക്രിസ്തു കാൽവരിയിലേക്ക് കയറി ചെല്ലുന്നത്. പിലാത്തോസ് ആ നിമിഷമൊക്കെ ക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കിണഞ്ഞ് പരിശ്രമിക്കുന്നത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ആ സമയത്താണ് കയ്യഫാസായ പ്രധാന പുരോഹിതൻ പറഞ്ഞ വാക്ക് ശ്രദ്ധേയമാകുന്നത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാണ്. ഇത് അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല, അതൊരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമെന്ന് വചനം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കാര്യം, അത്രയും കാലം പെസഹ ആഘോഷിച്ചിരുന്നത് ഒരു കുഞ്ഞാടിലൂടെയാണ്. ഓരോ കുഞ്ഞാടും പാപം മോചിക്കപ്പെടാനായി അവർ ബലി കഴിപ്പിച്ചിരുന്നു. ഈ കുഞ്ഞാടിൻ്റെ പ്രത്യേകത ഊനമുറ്റതും ന്യൂനമുറ്റതുമായ ഒരു കുറവുമില്ലാത്ത കുഞ്ഞാട്. ഒരു മനുഷ്യനെയാണ് യഥാർത്ഥത്തിൽ അവർ ബലിയർപ്പിക്കേണ്ടത്. അങ്ങനെ സകല പാവങ്ങളും എന്നേക്കുമായി മോചിക്കപ്പെടേണ്ടതാണ്. എന്നാൽ അങ്ങനൊരു മനുഷ്യനെ അവർ കണ്ടിട്ടില്ല. അങ്ങനൊരു മനുഷ്യനെ അത്രയും കാലം അവർ നോക്കിയിട്ടുമില്ല. ക്രിസ്തുവിന് ആ പ്രത്യേകതയുണ്ട്, ഒരു കുറവുമില്ലാത്ത കുഞ്ഞാട്, ഊനമറ്റതും ന്യൂനമറ്റതും തികവുമുള്ളൊരു കുഞ്ഞാട്. അങ്ങനൊരു കുഞ്ഞാട് ക്രിസ്തുവിനെ കാണുമ്പോൾ കയ്യഫാസ് കൃത്യമായി പറഞ്ഞു,
എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കുന്ന നല്ലതാണ്. അങ്ങനെ പ്രവചനം പൂർത്തീകരിക്കപ്പെടുകയാണ്. ഒരു കുറവുമില്ലാത്ത മനുഷ്യൻ, ഒരു കുറവുമില്ലാത്ത ഒരാൾ നമ്മുടെ ഇടയിലുണ്ട്. പാപത്തിൻ്റെ അല്പം പോലും ഏൽക്കാത്ത സ്വർഗത്തിൻ്റെ ഒരു പുത്രൻ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയാണ് ക്രിസ്തു കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നത്. ഒരു സമയത്ത് ചോയ്സ് പോലും ജനങ്ങളുടെ മുമ്പിലെത്തുന്നുണ്ട്. ബറാബാസിനെ വേണമോ ക്രിസ്തുവിനെ വേണമോ? ഈ ഒരു ചോദ്യം വളരെ വേദന നിറഞ്ഞൊരു ചോദ്യമാണ്. ഒരുപക്ഷെ ക്രിസ്തുവിന് മുമ്പിൽ ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തപ്പെട്ട മാനസിക സംഘർഷം ഉണ്ടാക്കിയൊരു ചോദ്യം ഇത് തന്നെയാണ്. എന്തവർ ചൂസ് ചെയ്യും? കാര്യം ഇത്രത്തോളം സ്നേഹം നൽകിയൊരു ജനത, ഇത്രത്തോളം ഇഷ്ടപ്പെട്ടു പോയൊരു ജനത തനിക്കെതിരെ ഇങ്ങനെ മുറവിളി കൂട്ടുമോ ഇല്ലയോ എന്നൊരു ചോദ്യത്തിനിടയിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ബറാബാസിനെ മതി. ബറാബാസ് കൊള്ളക്കാരനായിരുന്നു, ആ നാട്ടിലെ പിടിച്ചുപറിക്കാരനായിരുന്നു. എന്നിട്ടും അവർ ബറാബാസിനെ ചൂസ് ചെയ്തെങ്കിൽ ക്രിസ്തുവിൻ്റെ ഹൃദയം തകർന്നു പോയ നിമിഷം ഇത് തന്നെയാണ്. നമ്മൾ ഓർക്കണം, ചില മനുഷ്യരൊക്കെ ചില ഓപ്ഷൻസിനിടയിൽ നമ്മളൊക്കെ അവോയ്ഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, നമ്മളെ വേണ്ടാന്ന് വയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അപ്പോഴും തല ഉയർത്തി തന്നെ നിൽക്കണം. കാരണം ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിടത്തും വേണ്ടാന്ന് പറഞ്ഞിടത്തൊന്നും ക്രിസ്തുവിൻ്റെ തല ഒരിക്കലും കുനിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ അവൻ ധൈര്യപൂർവ്വം പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ കാൽവരി മല കയറിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ കാൽവരി മലയിലെത്തുമ്പോൾ ക്രിസ്തുവിൻ്റെ ഏറ്റവും മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പുറക്കണമേ. ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, പക്ഷെ എനിക്കറിയാം, വളരെ കൃത്യമായിട്ടറിയാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ, പക്ഷേ ഇവരോട് പുറക്കണമേ. എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തരും സഹനത്തിൻ്റെ വെളിയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, പക്ഷെ എനിക്കെല്ലാം അറിയാം, ഇവരോട് നീ ക്ഷമിക്കണേ. അങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്ന മനസ്സും ശരീരവും നമുക്ക് വേണം. ഒരുപക്ഷെ ക്ഷമിക്കുക എന്നതിനേക്കാൾ സ്നേഹത്തിന് മറ്റൊരു അർത്ഥമില്ലാന്ന് തോന്നുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.